ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബിന്നിയും അതുപോലെ തന്നെ അനീഷും ഭയങ്കരമായിട്ടുള്ളൊരു ഫൈറ്റ് അവിടെ ഉണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ അനീഷ് രാവിലെ കിച്ചണിലേക്ക് വരുമ്പോൾ തലേ ദിവസത്തെ പ്ലേറ്റുകളൊന്നും കഴുകിയിട്ടില്ല എന്ന് മാത്രമല്ല ഒട്ടും വൃത്തിയില്ലാണ്ട് എല്ലാം ചിതറി കിടക്കുകയാണ്. ഭയങ്കര എപ്പോഴും വൃത്തിയുടെ കാര്യത്തിൽ അനീഷിൻ്റെ പിന്നാലെ നടന്ന് ടോയ്ലറ്റിൽ വെള്ളം ഒഴിപ്പിക്കുന്ന ബിന്നിക്ക് കിച്ചണിൻ്റെ കാര്യത്തിൽ ഒട്ടും വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തപ്പോൾ ബിന്നിക്ക് അത് ഭയങ്കരമായിട്ട് അത് നാണക്കേടായിട്ട് തോന്നി. അങ്ങനെ അതിൻ്റെ പേരിൽ ബിന്നി ഒത്തിരി വഴക്കുണ്ടാക്കി. അപ്പോൾ അതിനൊപ്പം തന്നെ കട്ടയ്ക്ക് അനീഷ് നിന്നു. അപ്പോൾ ഇന്നത്തെ ആ ഒരു കാര്യത്തിൽ അനീഷിൻ്റെ ഭാഗത്ത് തന്നെയാണ് ശരിക്കും ന്യായമുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബിന്നി അവിടെ എപ്പോഴും എന്ത് പറഞ്ഞാലും എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തേക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ വൃത്തി, ബാക്കിയുള്ളവർക്കൊന്നും വൃത്തിയില്ലാത്ത ആളുകളാണ് എന്നുള്ള രീതിയിലാണ് ബിന്നിയുടെ പോക്ക്. അങ്ങനെ ഭയങ്കരമായിട്ട് വഴക്കൂടുന്ന സമയത്ത് ബിന്നി പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ, അതായത് അനീഷ് പറഞ്ഞത് ഇത്രയും സമയമായി, ഈ സമയത്തിനാകുമ്പോൾ ആർക്കെങ്കിലും ചായയോ കാപ്പിയോ എന്തെങ്കിലും കിട്ടിയോ കഴിക്കാനായിട്ട്. അപ്പോൾ ബിന്നി പറയുന്നതെന്ന് വെച്ചാൽ, ചായ നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൂടെ എന്നാണ് പുള്ളിക്കാരത്തെ ചോദിക്കുന്നത്. അതെങ്ങനെയാണ് ശരിയാവുന്നത്? വെസൽ ടീമിൽ നിൽക്കുന്ന ആളുകൾ കിച്ചണിലേക്ക് കയറിയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് രണ്ട് കൂട്ടരും കൂടി ഭയങ്കരമായിട്ടുള്ള വഴക്കുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അക്ബറും അതിനെ ഏറ്റുപിടിച്ചിട്ടുണ്ടായിരുന്നു. അക്ബർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബിന്നി പറഞ്ഞത് ഒട്ടും ന്യായമായിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മൾ ചായ ഉണ്ടാക്കി കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കാണുമ്പോൾ ആ ഒരു കിച്ചൻ്റെ ഭാഗങ്ങൾ, ആ ഒരു ഏരിയ കംപ്ലീറ്റ് വൃത്തികേടായിട്ട് കിടക്കുകയാണ്. പാത്രങ്ങളിലൊക്കെ ഈച്ചയൊക്കെ ആലിക്കൊണ്ട് വളരെ വൃത്തികെട്ട സാഹചര്യത്തിലാണ് ബിഗ് ബോസ് വീടിൻ്റെ കിച്ചൺ കാണപ്പെട്ടത്. ശരിക്കും ബിന്നിയുടെ ആ ഒരു കിച്ചൺ ടീം വളരെ മോശമാണ്. ഇത്രയും നാളും കണ്ടതിനേക്കാളും വളരെയേറെ വൃത്തികെട്ട ഒരു കിച്ചൺ ടീമാണ് ബിന്നിയുടേതെന്ന് പറയാതെ നിവൃത്തിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ എല്ലാവരും അനീഷിന് കട്ട സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും